ഹലോ, അങ്ങനെ നമ്മുടെ ചാനലിൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇതാ വരുന്നുണ്ട്. നല്ലൊരു ദിനത്തിലാവാം എന്ന് വിചാരിച്ചായിരുന്നു. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. അങ്ങനെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ വാലൻറ്റൈൻസ് ഡേ ആണ്. നമ്മൾ ഓഫീസിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫറൂസിയിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഭൂമിയിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരുമേ ഉണ്ടാവില്ല. എല്ലാവർക്കും സ്നേഹം കൊടുക്കാനും വാങ്ങാനും ഇഷ്ടമാണ്. സ്നേഹം നല്ലതിനാണെങ്കിൽ എല്ലാം നല്ലതാണ്. കൊല്ലാനും കൊല്ലിക്കാനും നടക്കുന്ന സ്നേഹം അതൊരു സ്നേഹമായി കണക്കൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ ഒരു വാലൻറ്റൈൻസ് ഡേ ഓരോ കൊല്ലവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കപ്പെടേണ്ടവരും സ്നേഹിക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർ അന്നത്തെ ദിവസം ഹാപ്പിയാക്കുക. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത് സൂപ്പാണ്. എനിക്ക് ഓൾറെഡി ത്രോട്ട് പെയിൻ ആയതുകൊണ്ട് നമ്മൾ സൂപ്പാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത്. ഇത് ആട്ടുകൽ പായ സൂപ്പാണ്. നല്ല ക്രീമി സ്ട്രക്ചർ, നല്ല കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു ബാർബിക്യൂ ഓർഡർ ചെയ്തു, ചിക്കൻ ബാർബിക്യൂ. ഇവിടുത്തെ ബാർബിക്യൂല്ലാം അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് ബാർബിക്യൂവിന്. അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തത് ഇതായിരുന്നു ഷവർമ്മ. കുറേ നാളായി കഴിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഷവർമ്മ അത്ര ടേസ്റ്റ് ഇല്ല. നമ്മൾ കേരളത്തിൽ ഷവർമ്മ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് ഓർഡർ ചെയ്തത് ചപ്പാത്തിയും മട്ടൻ ചാപ്സായിരുന്നു. അത് അടിപൊളി കോമ്പിനേഷനായിരുന്നു, മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. അത് കഴിഞ്ഞ് മുഴുവനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളത് പാർസൽ എടുക്കുകയും ചെയ്തത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതെവിടെയാണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ പുതിയ കീലമ്പാക്കം ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഭാഗമാണ്. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി സൈഡാക്കുന്നു. ഒരു പൂക്കട കണ്ടപ്പോൾ അതാ പോകുന്നു. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങോട്ട്? പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇന്ന് വാലൻറ്റൈൻസ് ഡേക്ക് പൂവില്ല, റോസാപ്പൂ ഇല്ലാതെ എന്ത് വാലൻറ്റൈൻസ് ഡേ അല്ലേ. അങ്ങനെ എനിക്കും ഒരു റോസാപ്പൂ കിട്ടി ഗായ്സ്. വളരെ സന്തോഷമായി എനിക്ക്. സർപ്രൈസ് ഒന്നുമല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ വാങ്ങി തരുമ്പോൾ ഇതിലും ഒരു സന്തോഷമില്ലേ. അങ്ങനെ നമ്മൾ റോസാപ്പൂവൊക്കെ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ നല്ല നിമിഷങ്ങൾ എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇതാ വേറൊരു സർപ്രൈസ്, ചോക്ലേറ്റ്. പിന്നെന്താ വേണ്ടത്. അപ്പോൾ ഇതും സന്തോഷമായി. അങ്ങനെ ഇക്കൊല്ലത്തെ വാലൻറ്റൈൻസ് ഡേ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.